22 വർഷം മുമ്പ് വ്യക്തിഗത സഭ സ്ഥാപിച്ച പാസ്റ്ററായി ശുശ്രൂഷ ചെയ്തിരുന്ന ടൈറ്റസ് കാപ്പനും കുടുംബവും മാതൃസഭയിലേക്ക് മടങ്ങുന്നു. കണ്ണൂർ രൂപതയിലേക്കായിരിക്കും അദ്ദേഹം മടങ്ങി വരിക. 2020 ഡിസംബറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു ശുശ്രൂഷകരും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുമെന്ന് പാസ്റ്റർ ടൈറ്റസ് കാപ്പൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലേക്ക് ഞാൻ മടങ്ങി വരാൻ, ഞാനും എൻ്റെ കുടുംബവും ശുശ്രൂഷകരൊക്കെ മടങ്ങി വരാനുള്ള കാരണം എന്താണ്? അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസവും തീരുമാനിച്ചല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഒരു ക്രൂസൈഡിൽ കാത്തലിക് അച്ഛന്, സിസ്റ്റേഴ്സ്, CSA അച്ഛന്, അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ക്രൂസൈഡുണ്ട്. അതിൽ ദൈവം ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ഹാപ്പൻ ദെയർ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകാൻ സാധിച്ചു. കാരണം ഞാനൊരു സെമിനാരിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരു വിശകലനം ചെയ്തു, വർഷങ്ങളെടുത്തു തീരുമാനം ഫൈനലൈസ് ചെയ്യുവാൻ വേണ്ടി. കത്തോലിക്കാ സഭയിൽ ദൈവമുണ്ട്, ത്രിയേക ദൈവത്തിൽ കത്തോലിക്കാ സഭ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണം പരിശോധിച്ചപ്പോൾ, അത് പഠിച്ചപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. അതായത് ഞാൻ 22 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം, വിശ്വാസം തന്നെയാണ് കത്തോലിക്ക സഭയിലും ഉള്ളതെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക്, എൻ്റെ മാതൃസഭയിലേക്ക് മടങ്ങി വരുന്നതാണ് നല്ലത് എന്നുള്ള ചിന്തയും വന്നു. പിന്നെ എന്തിനാണ് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം കൂട്ടായ്മയിലെയും യൂണിറ്റിയിലുമാണ്. നമ്മളെന്തിനാണ് ഒരുമിച്ച് നിൽക്കാതെ വേർതിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ള ചോദ്യമുണ്ടായി. അങ്ങനെ പല ഉത്തരങ്ങളും, പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുവാനിടയായി. CCC പഠിച്ചു, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്. അതിൽ ഒരുപാട് എൻ്റെ ഉത്തരങ്ങൾ എനിക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ചോദ്യങ്ങൾക്ക് മറ്റൊരു ഉത്തരം കാണുവാൻ സാധിച്ചു. എസൻഷ്യൽ കാത്തലിക് സർവൈവൽ ഗൈഡ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അതും എനിക്ക് വായിക്കുവാൻ ഇടവന്നു. എനിക്കത് എൻ്റെ ഒരു സഹോദരന് കൊച്ചിയിൽ നിന്ന് അയച്ചു തന്നു. അപ്പോൾ അത് പഠിച്ചപ്പോഴും ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ എല്ലാ ഉത്തരങ്ങളും എനിക്ക് ലഭിക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കത്തോലിക്കാ സഭയിൽ ഒരു ഭക്തനായിരുന്നു ഒരു ചെറിയ കാലഘട്ടം മുതൽ. അതിനുശേഷം ഞാനൊരു ഒന്നിലും വിശ്വസിക്കാത്ത ഒരു ലെവലിലെത്തി. അപ്പോഴാണ് ഞാനൊരു ബിസിനസ് മാനായിരുന്നു. ആ ബിസിനസ് എൻ്റെ തകരുവാൻ സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ബോൺ അഗൈൻ ക്രിസ്ത്യൻ ചർച്ചുകളിലേക്ക് പോകുവാനുള്ളൊരു സാഹചര്യമുണ്ടായത്. അവിടെ ചെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ഭാഷാവരങ്ങൾ കിട്ടി, ദൈവവചനം പഠിച്ചു. അങ്ങനെ ഉള്ള എൻ്റെ യാത്രയിൽ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്കിലും എനിക്കൊരു വലിയ ഹങ്കർ ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ, ആത്മാക്കളെ നേടുവാനുള്ള ഒരു വലിയ ആഗ്രഹം. അത് ഒരുപാട് ജനക്കൂട്ടം വന്ന് വലിയ ശുശ്രൂഷകളൊക്കെ ശുശ്രൂഷിച്ചെങ്കിലും ഉള്ളിൽ ഒരു തീഷ്ണത അല്ലെങ്കിൽ ഒരു കത്തിയിരുന്ന അനുഭവമുണ്ടായിരുന്നു. അത് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയായിരുന്നു. പിന്നീട് എൻ്റെ പഠനത്തിൽ, പ്രാർത്ഥനയിൽ ഒക്കെ എനിക്ക് മനസ്സിലായി മാതൃസഭയിലേക്ക് തന്നെ മടങ്ങി വരാമെന്ന്. അത് മറ്റൊരിടത്ത് മോശമായിട്ടോ, മറ്റൊരിടത്ത് കൊള്ളത്തില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരെന്നെ വേണ്ടാന്ന് വെച്ചിട്ടോ, ക്രൗഡില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള കാരണം കത്തോലിക്ക സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 3 ലക്ഷത്തിൽ പരം ആത്മാക്കളെ നേടിയ ഒരു വിശുദ്ധനാണ്. ഗോവ, മംഗലാപുരം പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ കത്തോലിക്ക കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ സ്നാനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ മാമോദീസ മുക്കലിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ സെൻറ്റ് പാട്രിക്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ന് കത്തോലിക്ക സഭയിൽ റോമൻ കാത്തലിക് ചർച്ചിൽ കരിസ്മാറ്റിക് ഉണ്ട്, അവിടെയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായൊരു പ്രവർത്തനം കത്തോലിക്ക സഭയിൽ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുന്നത്.